ശ്രീഹരി കേൾക്കുക. സാധാരണക്കാർ ഇപ്പോൾ നോക്കൂ, ഹരിദാസ് അദ്ദേഹത്തെ പോലെ രാഷ്ട്രീയം ഇല്ലാത്ത ആളുകൾ, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന അദ്ദേഹം ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അങ്ങനെയുള്ളവർ ചോദിക്കുകയാണ് എന്തുകൊണ്ട് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവുന്നില്ല, എന്തുകൊണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്നില്ല. കെ.സി. വേണുഗോപാലിൻ്റെ ഇടപെടൽ ചീപ്പായിപ്പോയി, തരംതാണതായിപ്പോയി എന്നാണ് പറയുന്നത്. നോക്കൂ, കഴിഞ്ഞ 5 വർഷം കൊണ്ടും കൊടുത്തും കേരളത്തിൽ കോൺഗ്രസിനെയും UDF-നെയും നയിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഏറ്റവും യോഗ്യൻ എന്ന് നിങ്ങളിനിയിപ്പോൾ ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ നിയുക്ത MLA-മാരുടെ അഭിപ്രായം ആരാഞ്ഞാലും അല്ലെങ്കിൽ ഈ ചൂരലെടുത്ത് ഇങ്ങനെ നിർബന്ധിച്ച് പറയിപ്പിച്ചാലും കേരളത്തിലെ ജനങ്ങൾ, അതായത് എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളും പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഏറ്റവും യോഗ്യം വി.ഡി. സതീശനല്ലേ. എന്ത് അയോഗ്യതയാണ് അദ്ദേഹത്തിനുള്ള? മാത്രമല്ല, നേരത്തെ പറഞ്ഞ ഞാനും അതുപോലെ ശ്രീ അഹമ്മദും പറഞ്ഞു, ശക്തമായിട്ടുള്ള വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, UDF-ന് 100-ൽ പരം സീറ്റുകൾ കിട്ടും, തിരിച്ചടിയുണ്ടായാൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നുള്ള സതീശൻ്റെ പ്രഖ്യാപനം ഇരുത്തം വന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ആത്മവിശ്വാസത്തിൽ നിന്ന്, ഉറച്ച ആത്മവിശ്വാസത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതല്ലേ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരിക്കെ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് രാഷ്ട്രീയ മാന്യതയാണോ? മാത്രമല്ല, കെ.സി. ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഞാൻ ഈ മത്സരത്തിലില്ല, ഞാൻ AICC-യുടെ സംഘടനാ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി ആയിട്ട് തുടരുമെന്ന് പറഞ്ഞ ഈ പ്രശ്നം തീരും. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന് നേരത്തെ ഹരിദാസ് അദ്ദേഹം പറഞ്ഞതുപോലെ അധികാരത്തോടുള്ള ആർത്തി, ആസക്തി. ഡോക്ടർ ജി.വി. ഹരി, കോൺഗ്രസ് ടെക്കിൻ കേരള ദേശീയ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇനിയെങ്കിലും ഒന്ന് ഇടപെട്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറയൂ. നാണക്കേടാണ്, നാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ്. അത് അർണബ് സ്വാമിയുടെ അർണബിൻ്റെ ആയിരിക്കും, അത് റിപ്പബ്ലിക് ടിവിയിലായിരിക്കും അങ്ങനെ വരിക, സ്വാഭാവികം. നോക്കൂ അല്ല, ഇതിനകത്തെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനാധിപത്യത്തിൽ നന്നായി വിശ്വസിക്കുകയും ജനാധിപത്യം എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ പാർട്ടിയിൽ, ഇതിൽ മാത്രമല്ല, ഈ തീരുമാനത്തിൽ മാത്രമല്ലെന്നേ, ഏത് പ്രധാനപ്പെട്ട സുപ്രധാനമായ തീരുമാനം ഉണ്ടാകുമ്പോഴും ആ തീരുമാനങ്ങളിൽ ഒരുപാട് ചർച്ചകൾ നടത്തും. ഞാൻ ചോദിക്കട്ടെ, ഈ 92 MLA ആയി മത്സരിക്കാനായിട്ട് പോകുന്ന സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്തത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അന്ന് ഒരുപാട് ചർച്ചകൾ നടന്നു. MP-മാരെ മത്സരിക്കുന്നതിനുള്ള തീരുമാനം വരുമ്പോൾ ചർച്ചകൾ നടക്കും. അപ്പോൾ ഈ കാര്യത്തിൽ ചർച്ച എന്ന് പറയുന്നത് ഈ ആദ്യമായിട്ട് നടക്കുന്നൊരു കാര്യമൊന്നുമില്ല. എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ വരുമ്പോൾ ആ തീരുമാനങ്ങളിലെല്ലാം ഒരു നല്ല ചർച്ചയ്ക്ക് ശേഷമാണ്, നല്ല ചർച്ചയുണ്ടായെങ്കിൽ മാത്രമേ നല്ല തീരുമാനങ്ങളും നല്ല അഭിപ്രായം അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ എടുക്കാനും കഴിയുള്ളൂ. നല്ല ചർച്ചയുണ്ടായാൽ അല്ല, ഞാൻ ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ. ഇപ്പോൾ ഹരിദാസ് ഏട്ടൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തോട് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞു എന്താണ്, അനിയത്തിയെ കാണിച്ചിട്ട് ചേച്ചിയെ കല്യാണം കഴിപ്പിച്ചു എന്ന് പറഞ്ഞു. ഈ തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഒരു തിരഞ്ഞെടുപ്പിലും ഇന്നയാളാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് ഒരു തിരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടില്ല. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലും ഞങ്ങൾ മത്സരിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവായിട്ട് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയുടെ കാര്യം അദ്ദേഹം പറഞ്ഞു. നോക്കൂ, രമേശ് ചെന്നിത്തലയ്ക്ക് അദ്ദേഹത്തിൻ്റെ മാറ്റം വളരെ സുപ്രധാനമായിട്ടുള്ള മാറ്റമാണ്. അന്നും ഹൈക്കമാൻഡാണ് തീരുമാനമെടുത്തത്, അന്നും ഒരുപാട് ചർച്ചകൾ നടന്നു. അന്നും അദ്ദേഹത്തെപ്പോലെ വളരെ സീനിയർ നേതാവ് വളരെ സങ്കടത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷേ ഒരു തീരുമാനം വന്നപ്പോൾ അത് അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന് എന്തോ പറയാം. ഒരു മിനിറ്റ്, ശ്രീ ഹരിദാസ് പറയാം. സുഹൃത്തെ, താങ്കൾ പറഞ്ഞത് എന്തെന്നാണ്? അതായത് ആര് മുഖ്യമന്ത്രിയാകുമെന്ന് ഉയർത്തിക്കാട്ടിയിട്ടല്ല ഞങ്ങൾ ഇലക്ഷനെ നേരിട്ടത്. രാഹുൽ ഗാന്ധിക്ക് പറയാൻ ധൈര്യമുണ്ടോ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് വന്നു നിന്നിട്ട് ഇവിടെ 50 സീറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനിതാ ഈ രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന് സാധിച്ചിട്ടുണ്ടോ സുഹൃത്തെ? അങ്ങനെ പറഞ്ഞൊരു നേതാവ് കേരളത്തിലുള്ളപ്പോ ആ നേതാവിനെ മുഖ്യമന്ത്രിയാക്കുമെന്ന പ്രതീക്ഷയിൽ വോട്ട് ചെയ്ത 15% ജനങ്ങളുടെ ഒരു വ്യക്തിയാണ് പറയുന്നത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് 102 സീറ്റ് കേരളത്തിലെ ജനങ്ങൾ തങ്കത്താലത്തിലാക്കിയിട്ട് UDF-ന് തന്നിരിക്കുന്നത്. നോക്കൂ, അത് പറയാൻ അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഉണ്ടെന്നേ. അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു, സ്വാഭാവികമായിട്ടും അദ്ദേഹമാണത് പറയേണ്ടത്. ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങൾ സമയം തന്നിട്ടുണ്ട്. ഞാൻ ആ എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ നിങ്ങൾ അനുവദിക്കുക, ഇടയ്ക്ക് ചോദിക്കരുത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് അത് ചുമതലപ്പെടുത്തിയത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഹി ക്യാൻ സേ ഇറ്റ്. അദ്ദേഹം അത് പറയണം. അതിനകത്ത് എന്താ തെറ്റുള്ളത്? അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ്. ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. അദ്ദേഹം മാത്രമല്ല, ഇവിടെ ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി, അങ്ങനെ അറിയാൻ വേണ്ടി പറയുകയാണ്, ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് ഇത്തവണ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾക്ക് മുഴുവൻ ചുക്കാൻ പിടിച്ചത്.
ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. എപ്പോഴും അങ്ങനെയല്ലേ? ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി 2 മാസക്കാലമായി 4 ജനറൽ സെക്രട്ടറിമാരുടെയും അതോടൊപ്പം ഒരു ACCയുടെ ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ഇലക്ഷൻ്റെ തിരഞ്ഞെടുപ്പ് പൂർണ്ണമായിട്ടും നമുക്കറിയാവുന്നതുപോലെ ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിലാണ് നടന്നിട്ടുള്ളത്. അതിനൊരു 2 മാസക്കാലമായി ഇവിടെ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാർ റൂമും സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലാണ്, അതായത് ഒരാളുടെ നേതൃത്വത്തിലല്ല ഇത് നടന്നത്. നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. ഞാനൊന്ന് പറയട്ടെ, അല്ല നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിക്കുക അത് കഴിഞ്ഞിട്ട്. ഏറ്റവും പ്രധാനമായി ഇതിനകത്ത് ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വന്നു, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വന്നു, അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി വന്നു, അതോടൊപ്പം എല്ലാ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാർ ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വന്നു, അതോടൊപ്പം AICCയുടെ ജനറൽ സെക്രട്ടറി ഞാൻ നേരത്തെ സൂചിപ്പിച്ച 18 ദിവസം 80 വേദികൾ, അതോടൊപ്പം തന്നെ 100ഓളം മണ്ഡലങ്ങളിൽ അദ്ദേഹം പോയി. ഇതൊക്കെ വളരെ കൃത്യമായി ഇവിടെ നടക്കുന്നു. അപ്പോൾ ഒരാൾ മാത്രം വിചാരിച്ചത് കൂട്ടായിട്ടുള്ള പ്രവർത്തനം. അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് രാഹുൽ ഗാന്ധി വന്നപ്പോൾ രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? നിങ്ങൾ കൂട്ടായി പ്രവർത്തനം നടത്തണം. ആ കൂട്ടായ പ്രവർത്തനം ഇവിടെ നടന്നിട്ടുണ്ട്. ആ കൂട്ടായ പ്രവർത്തനം നടന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വലിയ വിജയം നൽകിയത്. ഒന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളാണ്. ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള ജനസമ്മതിയുള്ള ചെറുപ്പക്കാരെ നിർത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് തിരുവനന്തപുരം മുതൽ ഒരിക്കൽ ഞാനും അനിലും ഇതേ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് ചർച്ചയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അനിൽ ഓർക്കുന്നുണ്ടായിരിക്കും, തിരുവനന്തപുരത്ത് MR ബൈജു അടക്കമുള്ള ആളുകൾ, രമ്യ ഹരിദാസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, പത്തനംതിട്ടയിൽ പഴകുളം മധു അടക്കമുള്ള കാര്യങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു, കോട്ടയത്ത് ചെല്ലുമ്പോൾ ചാണ്ടി ഉമ്മൻ്റെ കാര്യം പറഞ്ഞു, അതോടൊപ്പം തന്നെ ആലപ്പുഴ ചെല്ലുമ്പോൾ AD തോമസിൻ്റെ കാര്യം പറഞ്ഞു. ഇവരൊക്കെ ജയിച്ചു വന്നത് ചെറുപ്പക്കാരാണ്. ബഹുഭൂരിപക്ഷവും ജയിച്ചു വന്നത് ചെറുപ്പക്കാരാണ്. ഒരു ഘടകം അതാണ്. രണ്ടാമത്തെ ഘടകം എന്താണ്? എണ്ണയിട്ട യന്ത്രം പോലെ പ്രൊഫഷണലായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കാൻ അതിനകത്ത് അതിൻ്റെ വാർ റൂമിൻ്റെ ചുമതലയുണ്ടായിരുന്ന അതിൻ്റെ കോർഡിനേറ്റർ എന്ന നിലയിൽ ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, അതിനകത്ത് AICCയുടെ ഒരു വലിയ സംഘം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനകത്ത് ഒരു സംശയം നിങ്ങൾക്കാർക്കും വേണ്ട. അത് ഒരാളുടെ മാത്രം പ്രവർത്തനമായിട്ട് ചുരുക്കിക്കാണത്. എല്ലാ നേതാക്കന്മാരും, ശ്രീ VD സതീശന് അതിന് പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹം അത് ചെയ്തു. അത് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. നല്ല മികച്ച ക്യാമ്പയിനിങ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ശ്രീ KC വേണുഗോപാൽ നേതൃത്വത്തിൽ AICCയുടെ ടീം ഉണ്ടായിരുന്നു. ഇതെല്ലാം കൃത്യമായി നടത്തുന്നതുകൊണ്ടാണ് 102 സീറ്റ് കിട്ടിയിട്ടുള്ളത്. അതൊരു മാജിക്കല്ല. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് നമുക്കറിയാം, ആൻറ്റി ഇൻകംബൻസിയാണ്. 10 വർഷക്കാലമായി ഈ കേരളത്തിൽ ഈ CPM സർക്കാരിനെതിരെയുള്ള ആൻറ്റി ഇൻകംബൻസി. അപ്പോൾ ആ ഘടകങ്ങളൊക്കെ ചേർന്ന് വരുമ്പോഴാണ് ആ വിജയം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിജയിച്ചു വരുമ്പോൾ വിജയിച്ചു വരുന്ന ഞങ്ങളുടെ നിലവിലുള്ള പ്രൊസീജിയർ പ്രകാരം അത് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. ജനങ്ങൾക്ക് അഭിപ്രായം പറയാം, ഞങ്ങൾ ജനങ്ങളുടെ അഭിപ്രായം കേൾക്കും. ആ അഭിപ്രായം കേട്ടതുകൊണ്ടാണല്ലോ ഇത്തരത്തിൽ 63 MLA-മാരെ ഞങ്ങൾ കേട്ടു, ഘടകകക്ഷികളെ ഞങ്ങൾ കേട്ടു. ലീഗിൻ്റെ അഭിപ്രായം പറഞ്ഞു, RSPയുടെ അഭിപ്രായം പറഞ്ഞു. അതെല്ലാം കൃത്യമായി അവർ കേട്ടു, അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ആ തീരുമാനം കൃത്യമായി എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചു 63 പേര് പറഞ്ഞ അതിലേറ്റവും കൂടുതൽ വോട്ട് കിട്ടിയെന്ന്, അല്ലെങ്കിൽ 3 പേർക്ക് വോട്ട് കിട്ടിയെന്ന് നിങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അവരെ അവിടെ വിളിച്ചു, അവിടെ അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായത്തിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ KPC അതിനോട് കാറ്റഗറി വെച്ചു. മുൻ PCCയുടെ പ്രസിഡന്റുമാർ അതോടൊപ്പം വർക്കിംഗ് പ്രസിഡന്റുമാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാണ് AICCയുടെ തീരുമാനം. അതിവിടെ മാത്രമല്ല, ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള കർണാടകത്തിൽ ഇതിലും വലിയ റാലികളും പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ കഴിയുന്ന DK ശിവകുമാറിനെ അടക്കം അവിടെ വിളിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, സിദ്ധരാമയ്യയാണ് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി ലീഡറായി തെരഞ്ഞെടുത്തിരിക്കുന്നത്, അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അതുപോലെ രംഗത്തുണ്ടായിരുന്നു. എന്താണ്? രണ്ടുപേരും മത്സരരംഗത്തുണ്ടായിരുന്നു. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയട്ടെ, ഇവിടെ 1996 ഒരു മത്സരത്തിലും പങ്കെടുക്കാത്ത ഒരു MLA-യും MP-യും ആകാത്ത CPM-ന്റെ നേതാവ് EK നായനാർ മുഖ്യമന്ത്രിയായി. അത് ശരി. എങ്ങനെയായി? 1977 ഇവിടെ AK ആന്റണി മുഖ്യമന്ത്രിയായി. ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യമാണ്. ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താ? ഇവിടെ മത്സരിക്കാത്ത ഒരു നേതാവിന്റെ പേര് തിരഞ്ഞെടുക്കപ്പെട്ട, നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരമാണെങ്കിൽ 49 MLA-മാർ പറഞ്ഞിരിക്കുന്നു. അതൊരു രാഷ്ട്രീയ സാഹചര്യമാണ്. അതൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറഞ്ഞ നേതാവ് എന്ന് പറയുന്നത് വഴി കൂടെ പോകുന്ന നേതാവൊന്നുമല്ല. അദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടി MLA ആയി ഇവരൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹം ഇന്നലെ ഇങ്ങോട്ടാ വന്ന പോലെയാണ് അദ്ദേഹം പറഞ്ഞത്. 50 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാവാണ് ശ്രീ KC വേണുഗോപാൽ. MLA ആയി, MP ആയി, കേന്ദ്രമന്ത്രിയായി, സംസ്ഥാന മന്ത്രിയായി, എല്ലാ തലത്തിലും സഹമന്ത്രിയായി, ക്യാബിനറ്റ് മിനിസ്റ്ററായി. ഇത്രയും ഇതുള്ള, അത് മാത്രമല്ല BJPയുടെ മുഖത്ത് നോക്കി, മോഡിയുടെ മുഖത്ത് നോക്കി, അമിത്ഷായുടെ മുഖത്ത് നോക്കിയും നമുക്കറിയാവുന്നതുപോലെ ലോക്സഭയിൽ അന്തസ്സായി സംസാരിക്കുന്ന ആളുകളാണ്. അല്ലാതെ നാഗ്പൂരിൽ നിന്ന് ചില ആളുകൾ പറയുന്നീ അവനെ ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ അയാളെ പിടിച്ച് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അങ്ങനെയല്ല. ആ സംവിധാനമല്ല കോൺഗ്രസ് പാർട്ടിയിൽ. അതിനൊരു ജനകീയമായിട്ടുള്ള ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ സംസാരിക്കും. അതുകൊണ്ട് ആ ചർച്ചയുടെ ഭാഗമായി ആരെയാണോ ഞങ്ങൾ മുഖ്യമന്ത്രിയാക്കാൻ പോകുന്നതെന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാവരും അംഗീകരിക്കും. ഡോക്ടർ ഹരി, KC വേണുഗോപാലിനെ പോലുള്ള ഒരു നേതാവല്ലേ
മാതൃക കാണിക്കേണ്ടത്, ഞാൻ രാഷ്ട്രീയ ചോദിക്കട്ടെ. മാന്യത പുലർത്തേണ്ടത്. അനിലെ, നോക്കൂ, ഞാൻ ഒരു കാര്യം അനിൽ എവിടെയെങ്കിലും അദ്ദേഹം പരസ്യമായി ഞാൻ മുഖ്യമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്നു, എന്നെ മുഖ്യമന്ത്രിയാക്കൂ എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? ഇല്ല, ആവില്ല എന്ന് പറഞ്ഞു. കേട്ടില്ലല്ലോ. ഞാൻ ഈ റേസിൽ ഇല്ല പിന്നെ എപ്പോഴാണ് അദ്ദേഹത്തിന് മോഹം ഉദിച്ചത്? അദ്ദേഹത്തിന് ഒരു മോഹം ഉദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നോക്കൂ, എൻ്റെയോ അനിലിൻ്റെയോ ഈ പാനലിൽ പങ്കെടുക്കുന്ന ഒരാളുടെയും തീരുമാനപ്രകാരമല്ല ഒരു CLP ലീഡർ തിരഞ്ഞെടുക്കപ്പെടുന്നു. CLP ലീഡർ തിരഞ്ഞെടുക്കാൻ MLA ആയി മത്സരിക്കാത്തവർക്കും MP ആയി മത്സരിക്കാത്തവർക്കും ഒരു കുഴപ്പമില്ല. ഈ MLA പറയണമെന്ന് ഉള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷണലി, അത് അംഗീകരിക്കുന്നുണ്ടല്ലോ. ആ കോൺസ്റ്റിറ്റ്യൂഷണലി അദ്ദേഹത്തിനെ ആ MLA ഏകദേശം 49 പേര് അത് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് കൂടി ഉയർന്നു വന്നത്. അത് പരിഗണിക്കാതിരിക്കാൻ ഹൈക്കമാൻഡിനാവില്ല. അത് പരിഗണിക്കാതിരിക്കാൻ കഴിയാത്ത എന്താ? ഇത് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ ഹരി, DGP നിൽക്കുമ്പോൾ CIക്ക് അനുകൂലമായിട്ട് ആരെങ്കിലും സംസാരിക്കുമോ? ഞാൻ ചോദിക്കട്ടെ, നോക്കൂ, DGP നിൽക്കുമ്പോൾ ഇത് പോലീസ് ആരെങ്കിലും പറയും? അല്ലാതെ ആ ഒരു ഉദാഹരണം ഒരിക്കലും ഇവിടെ ചേരില്ല. അല്ലേ, എന്താ കാര്യം അറിയാമോ? ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു പോലീസ് ഫോഴ്സോ ഞങ്ങളുടെ ഒരു കേഡർ പാർട്ടിയോ അല്ല. ഇവിടെ CPM പോലൊരു കേഡർ പാർട്ടിയോ BJP പോലൊരു കേഡർ പാർട്ടിയോ അല്ല. ഞങ്ങളുടെ ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ ആർക്കും അഭിപ്രായം പറയും. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, അനിൽ ഇത് പറയുന്നത് കേട്ടാൽ തോന്നുന്നു ഈ ജയിച്ചു വന്ന ഈ 63 പേര് UKGയിൽ പഠിക്കുന്നതാണ് വിചാരിക്കുന്നത്. അത് കമ്പെടുത്താൽ, താങ്കൾ പറയുന്ന 2-3 സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേട്ടു. കമ്പെടുത്താൽ, കണ്ണുരുട്ടിയാൽ, ഇവരൊക്കെ എത്രയോ കാലമായി ഇവിടെ പൊതുരംഗത്ത് നിൽക്കുന്ന പൊതുപ്രവർത്തകരായിട്ടുള്ള സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരടക്കം ഇതിനകത്തുണ്ട്. അവിടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു ലിസ്റ്റിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ആ പുറത്തു വന്നിരിക്കുന്ന ലിസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ സീനിയർ ആയിട്ടുള്ള 2-3 തവണ MLA ആയിട്ടുള്ള ആളുകളടക്കം അവിടെ എഴുതിയിരിക്കുന്ന, ഇപ്പോൾ എനിക്കറിയില്ല സത്യമാണോ ഇല്ലയോ എന്നുള്ളത്, ആ ഫോട്ടോയിൽ. അത് മാത്രമല്ല, ഇവരെല്ലാം MLA ആദ്യം ആവശ്യപ്പെട്ടതാണ് ദീപാദാസ് മുൻഷി ആ ഗ്രൂപ്പിൽ ഇരിക്കരുത്. നോക്കൂ, ഇപ്പൊ 2 പേര് MLA-മാരല്ല ആവശ്യപ്പെട്ടത്. മുകുൾ വാസനിക്കും അതുപോലെ അജയ് മാക്കനും കേന്ദ്ര നിരീക്ഷകരായിട്ട് അവരുടെ സാന്നിധ്യം അവിടെയുണ്ട്. പക്ഷെ എന്തിനാണ് ദീപാദാസ് മുൻഷി? അവരിവിടെ ദീപാദാസ് മുൻഷിയാണ് ആദ്യമായിട്ട് പറഞ്ഞത്. അതായത് മുഖ്യമന്ത്രി ആരാവുന്നുള്ള ചോദ്യത്തിൽ പറഞ്ഞത്, അത് പുറത്ത് നിന്ന് അങ്ങനെ ഒരു സൂചന ആദ്യം കൊടുത്തത് ഈ ദീപാദാസ്. അപ്പൊ അതിൽ അവരെ ഇരുത്തിയതിൽ ഒരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു. അവർ കൃത്യമായിട്ട് KC വേണുഗോപാലിനെ അറിയിക്കുമെന്ന് ഈ കമ്മിറ്റിയുടെ മുന്നിൽ വന്ന നിയുക്ത MLA-മാർക്ക്, കോൺഗ്രസിൻ്റെ MLA-മാർക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, പറയിപ്പിച്ചതാണ്. മാത്രമല്ല ഒരു കാര്യം കൂടി, എനിക്ക് അടുത്ത ഇടവേളയിലേക്ക് ഒറ്റ കാര്യം കൂടി. ഡോക്ടർ GV ഹരി, ഒരു ക്ലീൻ ഫേസ് ആണോ ഇദ്ദേഹം? ആരെ? KC വേണുഗോപാൽ. അദ്ദേഹത്തിനെതിരെ ഡെമോക്രസിന്റെ വാള് പോലെ ഒരു കേസ് ഇവിടെ തൂങ്ങി. നോക്കൂ, ഇവിടെ ഈ കഴിഞ്ഞ 10 വർഷം CBIയുടെ ഒരു കേസ് CBI ക്ലോസ് ചെയ്തിട്ടില്ല. നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തെ വേട്ടയാടിയ ചരിത്രമൊക്കെ CBI രജിസ്റ്റർ ചെയ്ത ഒരു ബലാത്സംഗ കേസിൽ പ്രതിസ്ഥാനത്തുള്ള ആളാണ് KC വേണുഗോപാൽ. മനസ്സിലാക്കുക, അദ്ദേഹത്തെക്കുറിച്ച് ഇതിലും വലിയ ആരോപണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ നരേന്ദ്രമോദി അല്ലേ കേന്ദ്രം ഭരിക്കുന്നത്? കഴിഞ്ഞ 10 ആരോപണം അനിലിനെ കുറിച്ചും എനിക്ക് പറഞ്ഞുകൂടെ? അനിലിനെ കുറിച്ച് എന്തെല്ലാം ആരോപണം എനിക്ക് പറയാം? അനിലിനെ കുറിച്ച് എന്തെല്ലാം ആരോപണം എനിക്ക് പറയാം? ആ ആരോപണങ്ങളൊക്കെ തന്നെ ഇവിടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? തെളിയിക്കപ്പെടണ്ടേ? അപ്പൊ അതുകൊണ്ട് ഇവിടെ ആരോപണം പറയാനാണെങ്കിൽ ഞാൻ അനിലിനെ കുറിച്ച്, ഹരിയാന പോലീസിൽ ഒരു കേസുണ്ട്, സീറ്റിന് കോഴ വാങ്ങിയ കേസുണ്ട്. എന്റെ പേരിൽ ഞാൻ പറയട്ടെ, എന്റെ പേരിൽ 4 കേസുണ്ടെന്ന് ഇപ്പോഴും. അല്ലേ, എൻ്റെ പേരിൽ 4 കേസുണ്ട്. അപ്പോൾ പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കേസുകളും ആരോപണങ്ങളൊന്നും ഒരു പുതിയ, നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ അതുകൊണ്ട് കേരളത്തിൽ അന്ന് മന്ത്രിയായിരുന്ന ഒരാളുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ബലാത്സംഗത്തിനിരയാക്കി എന്നാണ് ആ സ്ത്രീയുടെ പരാതി. ഡിജിറ്റൽ എവിഡൻസ് അടക്കമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഡിജിറ്റൽ എവിഡൻസ് അടക്കമുണ്ട്. ഇദ്ദേഹം മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാലും അധികാരം ഇല്ല. സംഭവിച്ചു എനിക്കറിയാം, ഞാൻ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. ഞാൻ വേണമെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ഇവിടെ വായിക്കാം. മാത്രമല്ല, ഡിജിറ്റൽ തെളിവുകളെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആരോപണങ്ങൾ ഉന്നയിച്ച്, കാരണം ഈ രാജ്യത്ത് BJP എതിർക്കുന്ന ഒരാളാണ് ഞാൻ താങ്കളോട് സ്വാഭാവികമാണ്. ആത്മബന്ധം വ്യക്തിയാണ്. അതൊക്കെ വളരെ മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് താങ്കൾ പറഞ്ഞത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ കേസ് അന്വേഷിക്കട്ടെന്ന്. ഞങ്ങൾക്ക് അതിനകത്ത് ഒരു പ്രയാസമില്ല. കേസ് അന്വേഷിക്കട്ടെ. ഒരുപാട് കേസുകളുണ്ടെന്ന്. രാഹുൽ ഗാന്ധിയുടെ പേരിൽ നിങ്ങൾ ഈ BJP സർക്കാർ എടുത്തിരിക്കുന്ന 100 കണക്കിന് കേസുകളുണ്ട്. അതുപോലുള്ള ഒരുപാട് കേസുകളുണ്ട്. താങ്കൾക്കെതിരെ എത്ര കേസ് വന്നിട്ടുണ്ട്? അപ്പൊ അതുകൊണ്ട് കേസിനെ കുറിച്ചൊന്നും പറഞ്ഞു പഠിപ്പിക്കരുത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, കേസൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല.
അപ്പോൾ കേസ് സ്വാഭാവികമായി പൊതുരംഗത്ത് നിൽക്കുന്നവർക്കുണ്ട്. അല്ലാത്തവരുടെ പേരിൽ തന്നെ കേസ് ഡോക്ടർ ഹരി, ഞാൻ പിന്നെയാണോ? പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ കേസിന്റെ മെറിറ്റ് അതൊക്കെ അതുകൊണ്ട് ശരിയെന്നെ. കേസ് ഒന്നും പറഞ്ഞാൽ എന്താ പക്ഷെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇത്രയും അധ്വാനിച്ചിട്ട് കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയാലും എത്ര കാലം അദ്ദേഹത്തിന് ആ കസേരയിൽ ഇരിക്കാൻ പറ്റും? അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഡെമോക്രസിന്റെ സോഡായിട്ട് സങ്കടമൊന്നും വേണ്ട. ഒരു കേസ് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ തലയ്ക്ക് മീതെ തൂങ്ങി നിൽപ്പുണ്ട്. മാത്രമല്ല അതിൽ ഡിജിറ്റൽ എവിഡൻസും ഇവിടെ ഒരുപാട് ഏതെങ്കിലും വ്യക്തി വിരോധത്തിന്റെ ഞാൻ വ്യക്തിവിരോധത്തിനല്ലേ പറയുന്നത്. താങ്കൾ ഈ പറയുന്നത് ഈ ചർച്ചയിൽ അങ്ങനെ ഒരു കാര്യം താങ്കൾ ഉന്നയിച്ചത് തന്നെ വളരെ മോശമായി പോയെന്ന് ഞാൻ പറയാൻ പറയേണ്ടത് കാരണം കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി അത് ക്ലീൻ ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. മാത്രമല്ല നിങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടി ഒക്കെ മുന്നോട്ട് വെക്കുന്ന ആൾക്കാരാണ്, ഒരു കുഴപ്പമില്ല, ഒരു പാർട്ടിയാണല്ലോ. അപ്പോ ഇന്ദിരാഗാന്ധിയുടെ പേര് പറഞ്ഞ സ്ഥിതിക്ക് സ്ത്രീ സുരക്ഷ അതാണ് കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അത് ഉണ്ടായിരുന്നില്ല. വെറും പറച്ചില് മാത്രമായിരുന്നു, പ്രവൃത്തിയിൽ അതുണ്ടായിരുന്നില്ല. കുറെ കാലമായി കെ സി വേണുഗോപാലിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് വന്നിട്ടുള്ള നമുക്ക് നോക്കാം. അല്ല, പോലീസ് എന്ത് പറഞ്ഞു എന്നുള്ളതും അതോടൊപ്പം കോടതി എന്ത് പറഞ്ഞു, രാജ്യത്ത് കോടതി ഉണ്ടല്ലോ, ഈ ഡിബേറ്റ് ഉന്നയിക്കാൻ സാധിക്കും. ഈ ഡിബേറ്റ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർത്തു വെച്ചോളൂ.